അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച. പക്ഷേ ഞാനിവിടെ നോക്കുന്നത് മറ്റൊന്നാണ്. ആര് മുഖ്യമന്ത്രിയായാലും അടുത്തതായി LDF ആണ് പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നത്. അപ്പോൾ LDF അവസാനമായി പ്രതിപക്ഷത്തിരുന്നത് ഏകദേശം 10 വർഷം മുൻപാണ്. അവരുടെ പ്രതിപക്ഷത്തിരുന്നപ്പോഴുള്ള അവരുടെ ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. 2005 മുതൽ 2012 കാലഘട്ടത്തിൽ കേരളത്തിൽ ഏകദേശമായി ചെറുതും വലുതുമായ 363 ഹർത്താലുകൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ റെക്കോർഡുള്ളത് 2006-ലാണ്. 223 ഹർത്താലുകളാണ് ആ വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാ ഹർത്താലുകളും സ്പോൺസർ ചെയ്തേക്കുന്നത് LDF ആണെന്നോ അല്ലെങ്കിൽ CPIM ആണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും സ്പോൺസർ ചെയ്തേക്കുന്നത്, അതായത് ഈ ഹർത്താൽ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇടതുപക്ഷം എന്നുള്ള LDF തന്നെയാണ്. 2006-ൽ സദാം ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊന്നപ്പോൾ കേരളത്തിൽ ഹർത്താൽ ആചരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയായിരുന്നു അന്ന് കേരളമെന്ന്. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസും കേരളം ഭരിച്ചിരുന്നത് LDF-ഉമായിരുന്നു. ഈ രണ്ട് വിഭാഗവും ഈ ഒരു ഹർത്താലിൽ ഒരുമയോടെയാണ് മുന്നോട്ട് പോയത്. എന്തിനായിരുന്നു ഈ ഒരു ഹർത്താൽ? ആർക്കെതിരെയായിരുന്നു? കേരളത്തിലെ ജനങ്ങൾക്കെതിരെയോ? ഞങ്ങളാണോ സദാം ഹുസൈനെ തൂക്കിക്കൊന്നത്? ഇതെല്ലാം കഴിഞ്ഞ് LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്ര തരത്തിലുള്ള സമരമുറകൾ, ഹർത്താലുകൾ എന്നെല്ലാം. സോളാർ അഴിമതി ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർ സെക്രട്ടേറിയറ്റ് മൊത്തം വളഞ്ഞതും 1 ലക്ഷത്തോളം അണികളെ കൊണ്ട് നാളത്തെ ദിവസം ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു. എന്തിനായിരുന്നു അത്? എന്നിട്ട് അതിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇവർ ഭരിച്ച ഈ ഒരു 10 വർഷം ഈ ഒരു സോളാർ അഴിമതിക്ക് എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ ഒരു കേസിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? ഒന്നും ഉണ്ടായില്ല. ഇതുപോലെ കണ്ട മറ്റൊരു പ്രൊട്ടസ്റ്റാണ് മുല്ലപ്പെരിയാർ കേസ് പറഞ്ഞിട്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയൊരു മനുഷ്യച്ചങ്ങലൊക്കെ ക്രിയേറ്റ് ചെയ്തു. 2 ജില്ലകളെ കൂട്ടി യോജിപ്പിച്ച് 208 കിലോമീറ്റർ നീളത്തിലൊക്കെ ഒരു ചങ്ങല ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഇവർ ഭരിച്ച കഴിഞ്ഞ 10 വർഷം കൊണ്ട് പുതിയ മുല്ലപ്പെരിയാറിന്റെ തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. പോട്ടെ, ഈവൻ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല അതിൽ. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത്? ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ഭരിക്കുമ്പോഴും ഒന്നും ചെയ്യില്ല. എന്നാൽ ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുമോ? അതുമില്ല. പെട്രോളിന് 2 രൂപ കൂടി കഴിഞ്ഞാൽ അന്ന് ഹർത്താൽ. ഇവരുടെ പാർട്ടിക്കാരിൽ ഏതെങ്കിലും ഒരാളെ എവിടെയെങ്കിലും വെച്ച് വണ്ടി ഇടിച്ച് മരിച്ചാൽ പോലും പിറ്റേ ദിവസം ഹർത്താൽ. ഇതാണ് കഴിഞ്ഞ തവണയെല്ലാം ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരളത്തിൽ കണ്ടത്. ആഴ്ചയിൽ 6 ദിവസം വർക്കിംഗ് ആണെങ്കിൽ അതിൽ 4 ദിവസവും ഹർത്താലായിരുന്നു. എന്നിട്ട് ഇവർ ഭരിച്ചു തുടങ്ങി. 10 വർഷം ഭരിച്ചപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നോ? പെട്രോളിന്റെ ഡീസലിന്റെ വില കുറഞ്ഞോ? മുല്ലപ്പെരിയാറിന് പുതിയ ഡാം വന്നോ? അല്ലെങ്കിൽ ബാർ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് KM മാണിയെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിലെന്ത് ആ അന്വേഷണം എന്തായി? സോളാർ സ്കാം അന്വേഷണം എന്തായി? ഒന്നുമായിട്ടില്ല. അപ്പോൾ വെറുതെ ഹർത്താൽ നടത്തുക, വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളിലൂടെ ഇവർ ഉന്നയിക്കുന്നത്. കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്തൊരു സ്റ്റേറ്റായി മാറി എന്നുള്ളൊരു ഇമേജ് രൂപപ്പെടുത്താൻ ഈ ഹർത്താലുകൾ കൊണ്ട് ഇവർ എന്തൊക്കെ നേടിയെന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. പക്ഷേ 2019 ശേഷം നമുക്ക് കാണാം ഹർത്താലുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കേരള ഹൈക്കോടതിയുടെ ശക്തമായ നിലപാട് 2019 ഉണ്ടായി. ഹർത്താൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ 14 ദിവസം മുമ്പേ നോട്ടീസ് നൽകണമെന്ന്. അതോടുകൂടി എന്തുണ്ടായി? പെട്ടെന്നുള്ള ഹർത്താലുകൾ കേരളത്തിൽ ഇല്ലാതായി. രാഷ്ട്രീയ കൊലപാതകങ്ങളും കുറഞ്ഞു. അതായത് രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നു, പിറ്റേ ദിവസം ഹർത്താൽ. രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നു, പിറ്റേ ദിവസം ഹർത്താൽ. ഇതാണ് കേരളത്തിൽ കണ്ടുവന്നിരുന്നത്. ഇങ്ങനൊരു ഹൈക്കോടതിയുടെ സ്റ്റാൻഡ് ഉണ്ടായതിനു ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങളും കുറഞ്ഞു, ഹർത്താലുകളും കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ ചോദിക്കും, നിങ്ങൾ ആൾക്കാരെ കൊന്നിരുന്നത് ഹർത്താൽ എടുക്കാൻ വേണ്ടിയിട്ടാണോ? ഇനി വീണ്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേരളത്തിന് ഒരു അപേക്ഷയേ ഉള്ളൂ. ദയവായി വീണ്ടും വീക്കിലി ഹർത്താൽ പൊളിറ്റിക്സ് എന്ന രീതിയിൽ കേരളത്തിനെ കൊണ്ടുപോകരുത്. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് ആവശ്യമുള്ളത്. അല്ലാതെ എല്ലാ ദിവസവും മുഖ്യമന്ത്രി രാജിക്കണം, മുഖ്യമന്ത്രി രാജിക്കണം, മുഖ്യമന്ത്രി രാജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. വരുന്ന തലമുറ ഇനി നിങ്ങളോട് ചോദിക്കാതിരിക്കട്ടെ, നിങ്ങൾ എന്തിന് ട്രാക്ടറിനെ എതിർത്ത് സമരം ചെയ്തു? നിങ്ങൾ എന്തിന് കമ്പ്യൂട്ടറിനെ എതിർത്ത് സമരം ചെയ്തു? നിങ്ങൾ എന്തിന് സദാം ഹുസൈനെ വധിച്ചതിന് കേരളത്തിൽ ഹർത്താൽ നടത്തി? ഇനിയെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം എതിർക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക.